സാറിപ്പോൾ വർഷങ്ങളായിട്ട് ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ അവരുടെ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കൃത്യമല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്താണുള്ളത്? മാനേജ്മെൻറ്റ് അവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തതാവാം. അതായത് ഒരു വർഷം കൺസിസ്റ്റൻ്റായിട്ട് ഒരു ഗ്രോത്ത് മൊമെൻറ്റിൽ പ്രോഫിറ്റിൽ വരുന്ന ഒരു സ്ഥാപനമായിരിക്കും, റൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു സ്ഥാപനമായിരിക്കും. ആ സ്ഥാപനത്തിൽ പെട്ടെന്ന് പ്രോഫിറ്റ് കുറയുമ്പോൾ മാനേജ്മെൻറ്റിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് അവരുടെ പ്രാപ്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നേട്ട്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് ടീം, അതായത് ഞാൻ പറഞ്ഞത് CEO, CFO അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ പെട്ടെന്ന് ബെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഓണേഴ്സ്, പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴുള്ളൊരു മതി. അപ്പോൾ അവർ സാധാരണ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റായ ഒരു പ്രവൃത്തി, ഞാൻ എൻ്റെ ഒരുപാട് കേസ് അനലൈസ് ചെയ്തതിൽ 1-2 കേസ് വന്നതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതിലൊന്ന്, അവർ എക്സ്പെൻസസ് എടുത്ത് ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസസ് എടുത്ത് ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കൂടി നിൽക്കും, കഴിഞ്ഞ് വളരെ നിൽക്കും. എക്സ്പെൻസസ് എടുത്തിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് വരുന്നത് അസറ്റ് അല്ലാത്ത ഒരു എമൗണ്ട് അസറ്റായിട്ട് അക്കൗണ്ട് ചെയ്യും. അത് സാധാരണ കാണുന്നത് ഈ നോൺ കറണ്ട് അസറ്റിന് അതിൽ നിന്ന് പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് അത് തൊടാനുള്ള സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ അത് എല്ലാ പ്രാവശ്യവും ഈ ടാക്സിങ് അതോറിറ്റി വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതും അതിൽ വരുന്ന അഡീഷണൽ ഡിഡക്ഷനും അവർ നന്നായി പരിശോധിക്കുന്നതാണ്. അപ്പോൾ അതിൽ സാധാരണ വരികയാണ്. ഈ നോൺ കറണ്ട് അസറ്റിൽ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ വരുന്നതിൽ ഇവിടെ എക്സ്പെൻസസ് ചെയ്യാത്ത ആ എമൗണ്ട് കൊണ്ടുപോയി ആഡ് ചെയ്ത് വെക്കും. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്താൽ ഒന്ന്, ആ എമൗണ്ടിനൊരു റിട്ടേൺ ഇല്ല. കാരണം വെച്ചാൽ അത് ഒരു കാരണവശാലും സബ്സിക്വൻ്റ് ഇയേഴ്സിൽ ഒരു ഇൻകം ഏൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. അസറ്റ് എന്ന് പറയുന്നത് ഇൻകം ഏൺ ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു ബേസാണ്. ആ ബേസ് ഇവിടെ വർക്ക് ചെയ്യില്ല, മാർക്കറ്റിലില്ല.